ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂളിൻ്റെ 23ാമത് ആനുവൽ ഡേയും പുനർജനി 2026 എന്ന കുട്ടികളുടെ കലാസന്ധ്യയും ഒരു വെൽക്കം ഡാൻസോടുകൂടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയുണ്ടായി. മഹനീയമായ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പറും മുൻ വനംവകുപ്പ് മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് കെ രാജു സാറായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ശ്രീ അജിത് ചെങ്ങറയും ശ്രീ വിനയൻ ചെങ്ങറയുമായിരുന്നു. അതുപോലെ തന്നെ ബഹുമാന്യ PTA പ്രസിഡന്റ് എൻ്റെ പ്രിയ സുഹൃത്ത് ശിവകുമാർ, അരുൺലാൽ, വെട്ടിക്കവലിയുടെ അഭിമാനമായ നാദസ്വര വിദ്വാൻ ശ്രീ KN ശശികുമാർ അവർ, അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തും ഇപ്പോൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എറണാകുളം വർക്ക് ചെയ്യുന്ന ശ്രീ അരുൺകുമാർ, അദ്ദേഹവും വാർഡ് മെമ്പർ എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ സുജിത്തണ്ണൻ, അങ്ങനെ ഒരുപാട് മഹത് വ്യക്തികളെ കൊണ്ട് ധന്യമായിരുന്നു ഈ ഒരു പ്രോഗ്രാം. ബഹുമാന്യായ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീകുമാരി ടീച്ചറിൻ്റെ വെൽക്കം സ്പീച്ചോടുകൂടി ഈ പ്രോഗ്രാം ആരംഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബഹുമാന്യായ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ രാജു സാറിന് അടുത്ത് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് നേരത്തെ പോകണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉദ്ഘാടനത്തിന് ശേഷം വളരെ മനോഹരമായ ഒരു പ്രസംഗമാണ് നമുക്ക് കാഴ്ചവെച്ചത്. അതിനുശേഷം അദ്ദേഹം അടുത്ത പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. വ്യത്യസ്തമായ വെട്ടിക്കവല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ദേവസ്വം ബോർഡ് സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂളിൻ്റെ 23ാമത് ആനുവൽ ഡേയും പുനർജനി 2026 എന്ന കുട്ടികളുടെ കലാസന്ധ്യയും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ രാജു സാർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ സ്കൂളിൽ എല്ലാ വർഷവും പ്രോഗ്രാമിന് ഞാനും ഒരു അതിഥിയായിട്ട് കാണും. അതിഥിയിൽ ഞങ്ങളുടെ നാട്ടിലുള്ള സ്വന്തം സ്കൂൾ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം രാജു സാറ് കുട്ടികൾക്കുള്ള ഉപഹാരങ്ങളൊക്കെ നൽകി. അതിനുശേഷം കുട്ടികളുടെ കലാസന്ധ്യയും ഉണ്ടായിരുന്നു. അതിനു മുമ്പായി അജിത്തിൻ്റെയും വിനയൻ്റെയും ഒരു പെർഫോമൻസ് കൂടെ ഉണ്ടായിരുന്നു. അജിത്തിൻ്റെ ഒരു ഫിഗർ ഷോ അവിടെ അവർ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു. ഓഡിയൻസുമായിട്ടൊക്കെ കൂട്ടുചേർന്നിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അജിത്തിൻ്റെ 2-3 ഫിഗർ അദ്ദേഹം നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം അവതരിപ്പിച്ചു. വളരെ മനോഹരമായ ഒരു ഫിഗർ ഷോ ആയിരുന്നു. അതിനുശേഷം വിനയൻ ചെങ്ങറ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ഗെയിം ഷോയോടുകൂടി അവർക്ക് അവതരിപ്പിക്കുകയുണ്ടായി. ഇവരുടെ ട്രൂപ്പിൻ്റെ പേര് തിരുവിതാംകൂർ ഹാസ്യകല എന്നാണ്. ആ ഒരു ട്രൂപ്പിൽ ഞാനും പങ്കാളിയാണ്. ഞാനും പ്രോഗ്രാമുകൾ അവരുടെ കൂടെ ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് വളരെയേറെ രസിപ്പിക്കുന്ന രീതിയിലാണ്, കുട്ടികളെയും അധ്യാപകരെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു. വളരെ മനോഹരമായി ആ സ്കൂളിലെ കുട്ടികളും ഇതിനോടൊപ്പം പങ്കുചേർന്നു. അങ്ങനെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ പുനർജനി 2026 എന്ന പ്രോഗ്രാം വളരെ മനോഹരമായി ഞങ്ങൾ അവിടെ ആഘോഷിച്ചു. അവർക്ക് കുട്ടികൾക്കുള്ള സമ്മാനദാനമൊക്കെ നൽകിയതിന് ശേഷം കുറച്ച് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ്സൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതും ഞാൻ കൊടുത്തു. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായൊരു കാര്യം, ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പോസ്റ്റർ എൻ്റെ പ്രിയ സുഹൃത്ത് നരിയാപുരത്തുള്ള ബിനുവണ്ണൻ എന്നെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയുണ്ടായി. ഞാൻ അറിഞ്ഞില്ല അണ്ണൻ വരുന്ന കാര്യം. അണ്ണൻ അച്ഛനെ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. സർപ്രൈസായിട്ടാണ് അണ്ണൻ എന്നെ കാണാൻ ഇവിടെ എത്തിയത്. അദ്ദേഹം വിളിച്ചതുപോലെ ഉണ്ടായില്ല. കാരണം ഈ ഫേസ്ബുക്കിലുള്ള പോസ്റ്റ് കണ്ടിട്ടാണ് അണ്ണൻ വന്നത്. അങ്ങനെ ബിനുവണ്ണനെയും കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ബിനുവണ്ണൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊരു 6-7 വർഷത്തെ പരിചയമാണ്. ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ അണ്ണൻ വരികയുണ്ടാകും പ്രോഗ്രാം കാണാനായിട്ട്. അങ്ങനെ ഉണ്ടായ സൗഹൃദമാണ്. അദ്ദേഹം ഇപ്പോഴും ആ സൗഹൃദം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. എപ്പോഴും ഫോണിൽ വിളിക്കാറുണ്ട്. അദ്ദേഹം ലീവിന് വന്നപ്പോൾ എന്നെ കാണുവാനും അച്ഛനെ കാണാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. അങ്ങനെ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂളിൻ്റെ 23ാമത് ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. ഇതെൻ്റെ അനിയൻ്റെ മോളാണ്, കുഞ്ഞമ്മയുടെ മോൻ്റെ മോളാണ്. അവളുടെ പരിപാടിയും ഈ സ്കൂളിലുണ്ട്. അപ്പോൾ പുനർജനി 2026 എല്ലാവിധ ആശംസകളും നേരുന്നു.